എന്നോട് ഗൗരി പറഞ്ഞ റേഡിയോ പോലെയാന്ന് പറഞ്ഞു. സിനിമ അഭിനയിക്കുന്ന പോലെ നാടകം അഭിനയിക്കാൻ പറ്റില്ല, നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ സിനിമയിലും അഭിനയിക്കാൻ പറ്റില്ല. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും കേന്ദ്ര ഗവൺമെന്റിന്റെ ആയാലും ഒരുപാട് പദ്ധതികളുണ്ട്. ഇതൊക്കെ സാധാരണക്കാരന്റെ ജീവിതത്തെ ഇതൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ലെങ്തി ഡയലോഗ്സ് ആയിരുന്നു. അപ്പൊ അത് കാണാപ്പാടം പഠിച്ച് അത് ചെയ്യുന്നത് അതായിരുന്നു എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ളത്. ഈ നാടകം ചേട്ടാ ഞാനില്ല എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ആ സെയിം നാടകം വേറൊരു ആക്ടറെ വെച്ച് ചെയ്തിട്ട് ആ ആക്ടർക്ക് ബെസ്റ്റ് ആക്ടറെ കിട്ടിപ്പോയപ്പോ താടി വലിയ വിഷയം. ആ താടി ഇതിനകത്ത് വെളിച്ചപ്പാടും ഇതിനകത്ത് പോലീസുകാരനാണല്ലോ. ഇതുവരെയായിട്ട് റിപ്ലൈ കിട്ടിയിട്ടില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഇന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അതിനധികരിച്ച് സംസാരിക്കാൻ ഒരുപാട് സംസാരിക്കാൻ കൂട്ടത്തിലാട്ടോ. ഇന്നതാന്നല്ല, നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നം. എനിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടവും ഇവിടെ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. ഇതിപ്പോൾ 4ാമത്തെ ഇൻ്റർവ്യൂ ആട്ടോ ഈ സിനിമ. അങ്ങനെ ഒരേ ബാച്ചായിട്ട് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെ എടുക്കാമല്ലോ, പക്ഷേ ഈ സിനിമയോടുള്ള ഒരു ഇഷ്ടം, ഇതിൻ്റെ ആളുകളോടുള്ളൊരു പ്രണയം, അതാണ് അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ അറിയാലോ ഗോകുലിന് നമ്മൾ ഒരു ഒറ്റ ഇരിക്കുകയുള്ളൂ, പക്ഷേ ഇതിപ്പോൾ 4ാമത്തെ ടീമാണ്. അപ്പോൾ ഈ സിനിമ അത്ര നല്ലതായിട്ട് കണ്ടവരെന്നോട് പറഞ്ഞു കേട്ടോ. ഇപ്പം ലാൽ മീഡിയയിലൊക്കെ കണ്ടിറങ്ങിയവരെന്നോട് പറഞ്ഞു. ആശാ വർക്കർമാരൊക്കെ ഭയങ്കരമായിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട്. ഗോകുലിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ ഈ ഒരു പേര് തന്നെ ഒരു കൗതുകമാണ്. ഈ പേരിലെല്ലാം ഉണ്ട്, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി കണ്ടറിയണം നമ്മൾ. ഗോകുൽ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ എന്താണ് തോന്നിയത്? അല്ല, ആദ്യം എന്നോട് ഇങ്ങനെ സുബീഷ് വിളിച്ചു, അവിടെ ഒരു പരിപാടി ഉണ്ട്, ഒരു ചെറിയ പരിപാടിയാണ്, അതിനകത്തൊരു ചെറിയ ക്യാരക്ടറാണ്, ഇനി വരുമോ? ഞാൻ പറഞ്ഞു ആദ്യം പരിപാടി എന്താന്ന് പറയും, ആദ്യം കഥ പറയും, പിന്നെ അത് ക്യാരക്ടർ പറയും. അപ്പോൾ കഥ പറഞ്ഞു, ആ കഥയിലും ഈ ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കഥയിൽ ഏതാണ് ക്യാരക്ടർ ഞാൻ പറഞ്ഞു. എന്നാ ഞാൻ വരേണ്ടത്? ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല, വേറെ ഒന്നും സംസാരിച്ചില്ല. എന്നാ ഞാൻ വരേണ്ടത്? എവിടെ വരേണ്ടത്? കാസർഗോഡ്. എടാ നീ വിചാരിക്കുന്ന പോലെ ഒരു പരിപാടിയിൽ അങ്ങനെ പ്രതീക്ഷ ഞാൻ ഒന്നും പ്രതീക്ഷിക്കില്ല. ഈ സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ ക്യാരക്ടറും എനിക്ക് ഇഷ്ടപ്പെട്ടു, പേരും ഈ ആ സബ്ജക്റ്റിന് പറ്റിയ ചേർന്നൊരു പേരുമാണ് ഇതിൻ്റെ വേറെ സർക്കാർ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്നാ വരേണ്ടത്? അങ്ങനെ കമ്മിറ്റ് ചെയ്ത പരിപാടി, ആ സബ്ജക്റ്റ് കേട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് കമ്മിറ്റ് ചെയ്തൊരു പരിപാടി. അല്ല, 16 വർഷത്തെ ഒരു യാത്രയാണ് സുബീഷിൻ്റെ അല്ലേ? 16 വർഷത്തെ യാത്രയിലാണ് ഇപ്പോൾ ഒരു നായക തുല്യ കഥാപാത്രമായിട്ട്. നായകൻ തന്നെയാണ്. അല്ല, നായക തുല്യം നമ്മൾ പറയുന്നത് ആ രീതിക്ക് പറയുന്നുള്ളൂ. അതിന് പറ്റിയൊരു, ആ കഥാപാത്രത്തിന് പറ്റിയൊരു മുഖമാണ് സുബീഷിന്റെ. അതാണ് എനിക്ക് ആ സുബീഷിന്റെ ഈ കഥാപാത്രം കേട്ടപ്പോൾ ഞാൻ കുറച്ച് കഥ കേട്ടിരുന്നു. എനിക്കും ഇദ്ദേഹം തന്നെയാണ് ഇതിനകത്ത്. ഇവർ രണ്ടും പ്ലാൻ ചെയ്തപ്പോൾ ഞാനല്ല എന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റ് റൈറ്റർ എടുത്ത് പറഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ വേണ്ട വേറെ ആരെയും വെക്കാലോ എന്ന് വരെ ചോദിച്ചു എന്നുള്ളതാണ് എന്നോട് സുബീഷ് പറഞ്ഞത്. നിങ്ങളൊരു സൗഹൃദമുണ്ടല്ലോ അല്ലേ? എത്ര വർഷത്തെ സൗഹൃദമാണ്? ഞാൻ എൻ്റെ ആദ്യ സിനിമയിൽ ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ കുടുംബശ്രീ ട്രാവൽസാണ്. 2008 2009 ആ സിനിമ ഞാൻ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു സുബീഷ്. അപ്പൊ അന്ന് മുതലുള്ള സൗഹൃദം ഇന്നതേ ഇവിടം വരെ ഉണ്ട്. ഇപ്പോഴും ഞാൻ കൊണ്ടുള്ളൂ, ഇവിടെ വരെ ഉണ്ട്. ഇത്രയും നാളെ സൗഹൃദം ഉണ്ട്. ഇടയ്ക്ക് വിളിക്കുകയും കാണുകയും പലപ്പോഴൊക്കെ ഒരുമിച്ച് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല സൗഹൃദമാണ്. ഇത് ഈ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞു പോകേണ്ട ഒരു സിനിമയാണ്. പിന്നെ അല്ലേ? പിന്നെ ഭയങ്കര സോഷ്യലി ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയും ഈ കഥയൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓഹോ ഇങ്ങനെയുള്ള പരിപാടികൾ നാട്ടിൽ നടക്കുന്നുണ്ടല്ലേ, ഇങ്ങനെയുള്ള പദ്ധതികൾക്കും ഇത്തരത്തിലുള്ള ഗുണങ്ങളും ഇത്തരം ദോഷങ്ങളും ഉണ്ടല്ലേ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം സിനിമകൾ വരുമ്പോഴാണ്. ഈ പദ്ധതിക്ക് ഇപ്പോഴും ഉണ്ടല്ലോ. അല്ല, ഇപ്പോഴും ഇത് ഒരിടയ്ക്ക് ഈ പദ്ധതി വലിയ രീതിക്ക് ആഘോഷമാക്കി കേന്ദ്ര സർക്കാർ ആഘോഷമാക്കിയതാണ്. നമുക്കറിയാം, നമ്മൾ എത്രയോ ആശുപത്രി, ഞാനൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ടിംഗ് ഫീൽഡിലിരിക്കുമ്പോൾ ഈ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയി ഒരു എക്സ്പീരിയൻസ്, ബക്കറ്റുമായിട്ട് സ്ത്രീകൾ പോകുന്ന ആ ഒരു കാലഘട്ടമൊക്കെ ഓർത്തെടുക്കുകയാണ്. പക്ഷെ ഇതിൽ ഈ സബ്ജക്റ്റ് വേറെ രീതിക്ക് പറഞ്ഞു പോയിരിക്കുന്നു. ഇതിനകത്ത് എല്ലാം ചേർത്ത് ഇതിനകത്ത് പറയുന്നത് മെയിനായിട്ട് തോന്നിയത് ഇത്തരം പദ്ധതികൾ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അവനെങ്ങനെ ബാധിക്കും, സാധാരണക്കാരന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു ഇത്തരം പദ്ധതികൾ എന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞു പോണത്. തീർച്ചയായിട്ടും. അപ്പൊ ഒരു നല്ലൊരു കഥാപാത്രമാണ്. നല്ല കഥാപാത്രം അല്ലേ? ദർശന എന്തുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. അല്ലെ, ഈ പറഞ്ഞതുപോലെ ഒരു നല്ല സിനിമയുടെ ഭാഗമാണ് വീണ്ടും അല്ലെ? അത് ഒരു സംസാരിക്കേണ്ട സബ്ജക്റ്റായി മാറിയ ഒരു സിനിമയുടെ ഭാഗം അല്ലെ? എന്താണ് ഈ ക്യാരക്ടർ? ഞാൻ അഡ്വക്കേറ്റ് ആയിട്ടാണ് അവസാനം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് സോൾവ് ചെയ്യാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ടാണ് വരുന്നത്. നീണ്ടു നിൽക്കുന്ന വാദപ്രതിവാദം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. സിനിമ കണ്ടിട്ടാണ് തീരുമാനിക്കുക. കുറച്ചുണ്ട്, കുറച്ച് കോർട്ട് റൂം സീൻസ് ഉണ്ട്. ഇനിയിപ്പോ കണ്ടിട്ട് വിലയിരുത്തും. അതെ, തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്?
ഈ പറഞ്ഞതുപോലെ എന്നെ റൈറ്റർ റൈറ്റർ നിസാം സാറാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച് വന്ന് കഥ പറഞ്ഞു. അദ്ദേഹം കഥ പറയുന്നത് കേൾക്കാൻ ഒരു രസമുണ്ട്. അപ്പം ആ കഥ ഇഷ്ടപ്പെട്ടു. അപ്പം ഇന്നെ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ അത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അങ്ങനെ ചെയ്തതാണ്. അല്ല, ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിലേക്ക് ഒരു സിനിമയിൽ എനിക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല ഇല്ല, ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. സിനിമകളിലൊക്കെ പലത് കണ്ട് അഡ്വക്കേറ്റന്മാരുടെ ഒരു രീതികൾ. ഇതിലേക്ക് നമ്മൾ അത്തരം റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അഡ്വക്കേറ്റ് ആകാനുള്ള. അഡ്വക്കേറ്റ് കൂടുതൽ ടെൻഷൻ വന്നത് നമ്മൾ ഈ കോർട്ട് റൂം സീൻസ് വെക്കുമ്പോൾ അതിലെ ഡയലോഗ്സ് എന്ന് പറയുന്നത് നമുക്ക് തോന്നിയ പോലെ പറയാൻ പറ്റില്ലല്ലോ. അത് ആ കറക്റ്റ് ഇതായിരിക്കും, മാറ്റാനും പറ്റില്ല. ആ ടേംസ് ഒന്നും മാറ്റാനും പറ്റില്ല. അപ്പൊ അത് കാണാതെ അത് പഠിച്ച് പറയുന്നതായിരുന്നു ചാലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഈ ഒരു ക്യാരക്ടർ കിട്ടിയതുകൊണ്ട് ഡയലോഗ്സ് അങ്ങനെ പഠിക്കാനും അത് എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. നോക്കാം. തീർച്ചയായിട്ടും ഇനി വിധി എഴുതേണ്ട പ്രഷർ. അതെ, തീർച്ചയായിട്ടും. ഒറ്റ സീൻ കണ്ട പ്രഷർ വിധി എഴുതും. അത്രയും കാലമുള്ള പ്രഷറാ അല്ലേ? പ്രഷർ നമ്മൾ സമ്മതിക്കാതിരിക്കണം. അത്രയും കഴിവുള്ള പ്രഷറാ. പണ്ടത്തെ കാലമേ അല്ല ഇപ്പൊ. അത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും അത് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും നന്നായിട്ട് അഭിനയിക്കാനും തോന്നും അല്ലേ? അങ്ങനെയല്ലേ? നമുക്കൊരു ഭയമാണല്ലോ പ്രഷറെ. നമ്മൾ കൊടുക്കുന്നവർ ഏറ്റെടുക്കണമെങ്കിൽ നല്ലത് കൊടുത്താലേ ഏറ്റെടുക്കുള്ളൂ. ഒരു മൈനസ് കണ്ടാൽ അപ്പോൾ അവർ കണ്ടുപിടിക്കുന്ന പ്രഷർ അത്രയും കഴിവുള്ള പ്രഷറാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അതിനൊരു സംശയമില്ല. അവിടെയുള്ള സമയങ്ങളിലൊക്കെ ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ ഏറ്റവും എന്റർടൈൻമെന്റ് വിനോദം എന്ന് എന്നോട് ലാൽ സാർ പറഞ്ഞിട്ടുണ്ട്. ലാൽ സാർ ഇപ്പോൾ ഇന്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞതാണ് നല്ല പാട്ടൊക്കെ ആയിട്ട് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. നിങ്ങൾ ഫസ്റ്റ് അല്ലേ പരിചയപ്പെടുന്നു അല്ലേ? അതെങ്ങനെയാണ്? എന്നോട് കുറച്ചും പറഞ്ഞോളൂ, അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ലാൽജി സാറ് ഉള്ളത് ഈ സിനിമയിലേക്ക് വരാൻ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. കാരണം സാറിൻ്റെ അടുത്ത് നിന്ന് നേരെ നമ്മുടെ ഒരു പീരീഡിലെ മൊത്തത്തിലെ വലിയ ഹിറ്റുകൾ ഉണ്ടാക്കിയ, അതും കലാപരമായിട്ടുള്ള നല്ല ഇതുള്ള ക്രാഫ്റ്റ് ഉള്ള ഒരാളാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു സാറിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തൊട്ടുള്ള എല്ലാ കാര്യം എക്സ്പീരിയൻസ് സാറിനോട്. സാറാണ് ഈ ചരിത്രങ്ങളിലൂടെയൊക്കെ പോലെ സഫാരിയിലൊക്കെ ഇരുന്ന് പറയണ പോലെ ഇങ്ങനെ ഫസ്റ്റ് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോൾ മറവത്തൂർ കനവിൻ്റെ അനുഭവങ്ങൾ പറയുക. അപ്പോൾ അതിലെങ്ങനെയാണ് വിദ്യാസാഗരമായിട്ടൊക്കെ ഉള്ള കൊളാബറേഷൻ ആക്കി. എനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഞാനിങ്ങനെ സാറിനിങ്ങനെ ഫസ്റ്റ് ഇത് സംസാരിച്ചിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാറിൻ്റെ ഇപ്പോൾ സോളമൻ്റെ തേനീച്ചയുള്ള ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വിദ്യാസാഗറിൻ്റെ തന്നെ. അത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ട് അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. അപ്പോൾ സാറിന് ഭയങ്കര ഇമോഷണലായി ഞാനത് പറഞ്ഞപ്പോൾ. വിരൽ തൊടാതെ എന്നുള്ളൊരു പാട്ട് അത് ഭയങ്കര. അപ്പോൾ സാർ എന്നിട്ട് പറഞ്ഞു നീ എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ സാറിൻ്റെ ഡയലക്ട് ടോൺ അതായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര അതിന് കുറേ നേരം സംസാരിക്കുന്നു സാർ ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് മീശ മാധവൻ. അപ്പൊ എനിക്ക് രണ്ടാം ഭാവത്തെ കുറിച്ച് അറിയണത്. അങ്ങനെ 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 സംസാരിച്ച് കുറെ നേരം ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സാറിന് എന്നിട്ട് ആ സമയത്ത് ഇറങ്ങിയ ട്രെയിലേഴ്സ് ഒക്കെ ഞങ്ങൾ ഇരുന്ന് കാണുക, ഓരോ ഇത്. പിന്നെ ഇപ്പോഴത്തെ സിനിമകളെ പറ്റി സംസാരിക്കാൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചു സാറേ. നിങ്ങൾ എന്നോട് പറഞ്ഞു, എന്നോട് ഗൗരി പറഞ്ഞ റേഡിയോ പോലെയാന്ന് പറഞ്ഞു. ഗൗരി പറഞ്ഞേ ഇത് റേഡിയോ പോലെയാണ്. ഞാൻ ആ സമയത്ത് സാറിന്റെ പ്രോഗ്രാം ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഞാൻ സഫാരിയിലെ. അപ്പൊ സാറിങ്ങനെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ആ ഗ്രാമത്തിലെ ഓരോ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇപ്പൊ മീശ മാധവനിലേക്ക് മറ്റേ പെടലിയെ കൊണ്ടുവന്നത്, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ സാർ ഇങ്ങനെ പറഞ്ഞത് ഞാൻ സാറിനോട് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കും അത് സാർ എങ്ങനെയാണ് ഇത്. അപ്പൊ പിറ്റേ ദിവസം സാർ എനിക്കൊരു ബുക്ക് കൊണ്ട് തന്നു. സാറിന്റെ ബുക്ക് തന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അതല്ലേ? എങ്ങനെയാണ് ഈ സിനിമ ഒരു ആക്ടർ എന്ന നിലയിൽ കാണുന്നത്? ഞാൻ ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര രസകരമായിട്ട് എല്ലാവരും കൂടെ ഇതായിട്ട് വലിയ ആലോചനകൾക്കൊന്നും പോകാൻ നിന്നിട്ടില്ല. ചെറിയ ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. ഒരുപാട് ആലോചനകളിലേക്കൊന്നും പോകാതെ കൊണ്ട് വന്ന് ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിൻ്റെ വൺ ലൈൻ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിരുന്നു നിസാമൊക്കെ ഇങ്ങനെ പറഞ്ഞതൊക്കെ. പിന്നെ ഇവര് ആദ്യം പറയണത് ഇങ്ങനെ ഇതൊരു മണ്ടയിലെ അങ്ങനത്തെ ഉള്ള ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സറ്റയർ പോലത്തെ ഉള്ള സിനിമകളുണ്ടല്ലോ. അപ്പൊ അതുപോലത്തെ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സോഷ്യൽ സറ്റയർ, ഇതിനകത്ത് ഒരു സറ്റയർ കിടക്കുന്നുണ്ട് ഒരു എലമെന്റ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സറ്റയർ ഒരു എലമെന്റ്. അത് രസകരമായിട്ട്. ക്യാരക്ടറുടെ പേര് സുഭാഷ് എന്നാണ് പേര്. ഒരു നാട്ടുംപുറത്ത് അല്ലേ? പുറത്ത് എല്ലാ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു സുഭാഷാണോ? എല്ലാ പ്രശ്നങ്ങളിലും വേണ്ടപ്പെട്ടവരുടെ വേണ്ടപ്പെട്ട പ്രശ്നങ്ങളിൽ മാത്രം ഇടപെടുന്ന നിർദോഷപരമായിട്ടുള്ള ഒരു മനുഷ്യൻ. അതെ, അവിടെ കയറി പിടിക്കുന്ന സുബീഷിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടും. സുബീഷ് എന്ന ക്യാരക്ടറിന്റെ ഒരു യാത്ര അല്ലേ? നിങ്ങളൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഇപ്പോഴാന്ന് തോന്നുന്നു അല്ലേ? അതെ അല്ലേ? ഇതിനകത്ത് അങ്ങനെ ഒരു ഇതുണ്ട്, കോമ്പിനേഷൻ ഉണ്ട്.
ഞാനും ഇദ്ദേഹം തമ്മിലില്ല, ഞാനും വിനീതും തമ്മിലുള്ള. അല്ല, നിങ്ങൾ ഇതിനു മുമ്പ് ഒരുമിച്ച് ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ അറിയാം, പക്ഷെ ലൊക്കേഷൻ വെച്ചിട്ട് ആദ്യം കാണുന്നത് ഈ സിനിമ ലൊക്കേഷൻ. ഈ സിനിമയിലൊക്കെ കാണുന്നതും പരിചയപ്പെടും. ഗോകുലൊക്കെ എത്രയോ സിനിമകൾ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്, തുണ്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലുമാലൊക്കെ സൂപ്പർ ഹിറ്റ് അടിച്ച ഒരു വ്യക്തിയാണ്. ചെയ്തു വെച്ച സിനിമകളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ വ്യക്തിയാണ്. എങ്ങനെയാണ് ലൊക്കേഷനിൽ എങ്ങനെയാണ്? ലൊക്കേഷനില് ഭയങ്കര ഞങ്ങള് തലേ ദിവസം ഇങ്ങനെ ഇരുന്ന് ഗോകുലൻ ചേട്ടൻ പാട്ട് പാടും. അപ്പൊ നമ്മള് തലേ ദിവസം ഇങ്ങനെ പഴയ പാട്ടുകളാണ് പുള്ളി പാടുന്ന പാട്ടുകളൊക്കെ. അപ്പൊ ആ പാട്ടുകളൊക്കെ പാടുമല്ലോ. ഗോകുലൻ ചേട്ടനും പാടും. അതേ ഗോകുലൻ ചേട്ടനും പാടും. ഗോകുലൻ ചേട്ടൻ അപ്പൊ രാത്രി വന്നിട്ട് നമ്മുടെ റൂമിൽ ഇരുന്നിട്ടാണ് ചില പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോ ഈ പുള്ളിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണല്ലേ, അങ്ങനത്തെ ഒരു സാധനം നമുക്ക് തോന്നും. പിന്നെ അഭിനയിക്കുമ്പോ അത് പുള്ളി വെളിച്ചപ്പാടായിട്ടാണല്ലോ. ഞാൻ വെളിച്ചപ്പാടായിരുന്നു. അല്ല, വെളിച്ചപ്പാടായിട്ട് വേറെ സിനിമകൾ ഇല്ലല്ലോ അല്ലേ? വെളിച്ചപ്പാടായിട്ട് ആദ്യമായിട്ട്. അതെ. അല്ല, അത്തരം ആ രീതിക്കുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ നാടകം ചെയ്യുമ്പോൾ ഞാൻ വെളിച്ചപ്പാട്ട് നാടകത്തിൽ. സിനിമയിൽ ആദ്യമായിട്ട് വെളിച്ചപ്പാട് അഭിനയിക്കുന്നത് ഈ സിനിമ. അപ്പൊ എളുപ്പമായിരുന്നു നാടകത്തിലുള്ള ഒരു വെളിച്ചപ്പാട് സിനിമയിലേക്ക് വരുമ്പോൾ വ്യത്യാസം, ഭാവവ്യത്യാസം. അത് പിന്നെ സിനിമയും നാടകവും ഭയങ്കര വ്യത്യാസമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ സിനിമ അഭിനയിക്കുന്ന പോലെ നാടകം അഭിനയിക്കാൻ പറ്റില്ല, നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ സിനിമയിലും അഭിനയിക്കാൻ പറ്റില്ല. രണ്ടും ആക്ടിങ് ആണെങ്കിലും ഇതിന്റെ ചില മീറ്റേഴ്സ്. ലാൽ ജോസ് സാറിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ലാൽ ജോസ് സാറിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഇല്ല, ഉണ്ട്. നീനയിലുണ്ടായിരുന്നു. നീന അവസാനം നീനയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സാറ് ഏതൊരു ആർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? സാറിന്റെ കോമ്പിനേഷൻ ഉണ്ടായില്ല. എന്റെ സീൻ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോ സാറ് വണ്ടിയിലേക്ക് കാരവനിലേക്ക് വന്നു. അങ്ങനെ ഉണ്ടാവും, കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ട് ഞാൻ സാറിന്റെ കൂടെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് പോരാതെ ഞാൻ കുറെ നേരം സംസാരിച്ച് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സിനിമയും പഴയ സിനിമയും അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരു വലിയൊരു പാഠപുസ്തകമാണ് ലാൽ ജോസ് എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ കണ്ടുവന്നിരിക്കുന്ന പുള്ളി ചെയ്തു വെച്ചിരുന്ന സിനിമകൾ നമ്മൾ നോക്കുമ്പോൾ എത്രയോ ആർട്ടിസ്റ്റുകളെ വെച്ചാണ് പുള്ളി സിനിമ, എത്രയോ പുതുമുഖങ്ങളെ സംഭാവന ചെയ്തിരിക്കും മലയാള സിനിമയ്ക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഒന്ന് നമ്മൾ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിക്കുക, സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള മലയാള സിനിമാ ചരിത്രത്തിൽ എന്നും ലാൽ ജോസ് സിനിമകൾക്ക് ഒരു സ്ഥാനമുണ്ടോ? തീർച്ചയായിട്ടും, എന്നും. അപ്പം അത്രയും നല്ല സിനിമകളും വേറെ ഒരു തരം ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കി കാണിച്ചു തന്ന ഒരു ഡയറക്ടറല്ലേ? ഉറപ്പായിട്ടും. ഈ സിനിമയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പം നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പറയേണ്ടതാണ്, ഏത് കാലഘട്ടത്തിലും പറയാൻ പറ്റിയ ഒരു സിനിമയാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ചർച്ചയാകും. ഈ സിനിമ ഇറങ്ങിയ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഈ സബ്ജക്റ്റ് എന്ന് ഗൂഗിളിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. പക്ഷേ ഈ പദ്ധതിയെ പറ്റി എത്ര പേർക്ക് അറിയാമെന്നുള്ളതാണ് മാറ്റർ. ഇപ്പോൾ സിനിമ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ഇന്നത്തെ ജനറേഷൻ ചോദിക്കും, ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിക്കും. ഇങ്ങനത്തെ ഒരു പദ്ധതി നമ്മുടെ നാട്ടിലുണ്ടോ അങ്ങനെ ചോദിക്കും. അപ്പോൾ ആ പദ്ധതിയെ പറ്റി നിലവിലില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അത്ര കണ്ട് ചർച്ച ചെയ്യപ്പെടാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇങ്ങനെ പദ്ധതി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയാമെങ്കിൽ ഈ സിനിമ എന്തായാലും ചർച്ച ചെയ്യപ്പെടും. സാധാരണക്കാരനെ അറിയില്ലല്ലോ ഇങ്ങനത്തെ ഒരു പദ്ധതി. എന്തൊരു മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ ചോദിച്ചോളൂ. ഇതൊരു ആളുടെ ഒരു ബേസിക് നീഡ്, റൈറ്റ് അല്ലേ? റൈറ്റ് ആണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ ഈ പദ്ധതി ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് അറിയണമെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യപ്പെടും. അല്ല, ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നവീകരണം എന്ന് പറയുമ്പോൾ നേരത്തെ പോലെ നമ്മുടെ ഒരു സ്വാതന്ത്ര്യമല്ലേ, ആ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നു കയറ്റമല്ലേ. പക്ഷെ ഒരു സമൂഹത്തിനും ഒരു എന്താ പറയുക, ഒരു രാജ്യത്തിനും എന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് ഈ സബ്ജക്റ്റിലൂടെ, ഈ കഥയിലൂടെ പറഞ്ഞു പോകുന്നും കൂടെ ഇല്ലേ? അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു സബ്ജക്റ്റും കൂടെ വരുന്നില്ലേ? ഇത്തരം പദ്ധതികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരുപാട് പദ്ധതികളുണ്ട്. ഇതൊക്കെ സാധാരണക്കാരന്റെ ജീവിതത്തെ ഇതൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് മെയിനായിട്ട് സിനിമ പറയുന്നത്. തീർച്ചയായിട്ടും. ഇവരൊക്കെ ആയിട്ട് ആദ്യമായിട്ടല്ലേ? ഞാൻ ഇവരായിട്ട് ഞാൻ ഈ സെറ്റിലാണ് കാണുന്നത്. നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല അല്ലേ? അല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഒരു സീനിയർ ആക്ടർ എന്ന നിലയിലേക്ക് ഈ സമയത്ത് കുറച്ചു നേരം സമയം തരാമെന്ന് ഞാൻ പറഞ്ഞു, മൊത്തത്തിൽ തരില്ല. ഇവരൊക്കെ അഭിനയം കണ്ടുപോയിരിക്കുന്നു. നമുക്ക് ഓരോരുത്തരുടെ അഭിനയം കാണുമ്പോൾ നമുക്കൊരു ഒരു ഡ്രാമ ആർട്ടിസ്റ്റും കൂടെയാണ്. അവരൊരു മികവിനെ കുറിച്ച് എന്താ? അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് മിടുക്കന്മാരാണ്, മിടുക്കനും മിടുക്കികളാണ്. എത്രയോ സിമ്പിളായിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പോഴും അഭിനയിക്കാൻ പേടിയാണ്. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ വെറുതെ ഒരു പാസിംഗ് ഷോട്ട് ആണെങ്കിൽ പോലും, വെറുതെ നിൽക്കുന്നപ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അഭിനയിക്കാൻ.
പക്ഷേ ഞാനത് അഭിനയം എന്നുള്ള പരിപാടി ഇഷ്ടമായതുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ടാണ്. പക്ഷെ ഇവരൊക്കെ എത്ര സിമ്പിളായിട്ടാണ് അഭിനയിക്കുന്നത്. സീൻ കിട്ടുന്നു, വായിക്കുന്നു, ഓക്കെ റെഡി, ഇതിൽ അവിടെ അതിന് മുന്നേ ഞാനൊക്കെ ഉള്ളിൽ വേർത്ത് കുളിച്ച് എന്താ പുറത്ത് കാണിക്കാനും പറ്റാത്ത രീതിയിൽ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, എത്ര ഈസി ആയിട്ടാണ് ഇവർ അഭിനയിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ പുതിയ കുട്ടികളെന്ന് പറയുന്നില്ല, ഇവർ ഭയങ്കര മിടുക്കന്മാരും മിടുക്കുകളുമാണല്ലേ അല്ലേ? മൂവിലൊക്കെ ഇപ്പോഴും അഭിനയിക്കാൻ പോകുമ്പോൾ ടെൻഷൻ മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിലും ടെൻഷൻ ഇല്ലാതെ സീനുകൾ കിട്ടിയാൽ അത് കൃത്യമായിട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. മനസ്സിൽ ടെൻഷൻ ഉണ്ടാവും. ടെൻഷനൊക്കെ ഉണ്ട്. അയ്യോ അല്ല, തീർച്ചയായിട്ടും നമ്മള് ടെൻഷനുണ്ട്. ഈ സിനിമയിലോട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ലെങ്തി ഡയലോഗ്സ് ആയിരുന്നു. അപ്പൊ അത് കാണാപ്പാടം പഠിച്ച് അത് ചെയ്യുന്നത് അതായിരുന്നു എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ളത്. അപ്പം മറ്റുള്ള സിനിമകളിലൊക്കെ നമുക്ക് ഒരു എന്തെങ്കിലും ഒന്ന് മാറിപ്പോയാലും കുഴപ്പമില്ല, ആ ഒരു മീനിങ് വന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇത് ഓരോ ടേംസും ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് പഠിക്കേണ്ടതുണ്ടായിരുന്നു. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടി, പിന്നെ കുഴപ്പമില്ല, ആ ഫ്ലോയ്ക്ക് അങ്ങ് പോയി, അത്രേ ഉള്ളൂ. ഒരു പുതിയ സംവിധാനം രഞ്ജിത്ത്, ഒരു പുതിയ ഒത്തിരി അസോസിയേറ്റ് ചെയ്ത വ്യക്തിയാണ്, ഒത്തിരി സിനിമകൾ അസോസിയേറ്റ് ചെയ്ത വ്യക്തിയാണ് രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പുതിയ സംവിധായകൻ എന്ന നിലയിലേക്ക് കാണുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, ആ ഒരു സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെ വിലയിരുത്താൻ പറ്റും? അങ്ങനെയല്ലേ, എനിക്കിപ്പോ ചേട്ടൻ ചെയ്യുന്നതൊക്കെ എനിക്ക് പേഴ്സണലി എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പൊ എൻ്റെ ഈ കഥാപാത്രമാണെങ്കിലും നന്നായിട്ട് മനസ്സിലാക്കി തരാനും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ തിരുത്തി തരാനും ഒക്കെ ചേട്ടൻ, അതൊരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കല്ലേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഇത് വെച്ച് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഐ മീൻ അഭിനയിച്ചതില്ല, ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തതില്ല. ഈ ഗോകുലിന്റെ സിനിമ കണ്ടിട്ടുണ്ടാവൂല്ലോ, സിനിമ ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും? ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും? എനിക്ക് തല്ലുമാല ഇഷ്ടമാണ്. അല്ലേ, ആ ക്യാരക്ടർ വേറെ ലെവലാണ്. നല്ലതായിരുന്നു. ചേട്ടന്റെ എല്ലാ സിനിമകളും ഞാനിപ്പോ പെട്ടെന്ന് പേര് ഓർക്കുന്നില്ല. ഇപ്പൊ തല്ലുമാല നമ്മളിപ്പോ ഈ റീസെന്റ് ആയിട്ട് കണ്ട, പക്ഷെ എല്ലാ സിനിമകളിലും ഒരു നമ്മള് ആളെ പെട്ടെന്ന് ചെറുതാണെങ്കിലും പെട്ടെന്ന് നോട്ട് ചെയ്യും ചേട്ടന്റെ. അത് അഭിനയത്തിന്റെ ആയിരിക്കും. അല്ല, എനിക്ക് ഗോകുലിന്റെ കുറേ സിനിമകളുണ്ട്. ഈ തല്ലുമാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. ഇപ്പൊ തുണ്ടിലാണെങ്കിലും ഗംഭീര വേഷമാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഒത്തിരി ആളുകൾ പറഞ്ഞ, എനിക്ക് തോന്നുന്നു നല്ല ക്യാരക്ടർ. അത് ബിജുവിനോടൊപ്പം എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറിന് വലിയ പ്രാധാന്യം തന്നിട്ടുണ്ട്. നല്ല പ്രാധാന്യമുള്ള ക്യാരക്ടറാണ്. ഈ ഗോകുലിന് അഭിനയിച്ചു വെച്ച സിനിമയിൽ എപ്പോഴും പ്രിയം തോന്നിയിരിക്കുന്നതായിരിക്കും? ഞാൻ അഭിനയിച്ച എല്ലാ സിനിമയും എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമുള്ള സിനിമകളാണ് ഞാൻ അഭിനയിക്കുള്ളൂ. ഒരുപാട് കുറച്ച് പടങ്ങൾ വരുന്നുണ്ടെങ്കിലും എനിക്കിഷ്ടം തോന്നിയ സിനിമകളെ ഞാൻ കമ്മിറ്റ് ചെയ്യാറുള്ളൂ. ഇഷ്ടമുള്ള സിനിമകളെ ഞാൻ അഭിനയിക്കാറുള്ളൂ. അങ്ങനെ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ട എന്ന് വെച്ച സിനിമകൾ നമ്മൾ വേണ്ട എന്ന് നമ്മൾ വെക്കുന്നു. പിന്നീട് ആ സിനിമ നമ്മൾ ചെയ്ത ക്യാരക്ടർ മറ്റാരെങ്കിലും ചെയ്ത് അത് ഹിറ്റാകുക അല്ലെങ്കിൽ എന്തെങ്കിലും ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഗോകുലിന് ഒരു വിഷമം ഉണ്ടാകാറുണ്ടോ? ഇല്ല, സിനിമ എനിക്ക് അങ്ങനെ പോയിട്ടില്ല. ഞാൻ വന്നിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ച് കളഞ്ഞത് വേറെ ആൾ ചെയ്ത് വർക്കൗട്ടായ ഒരു സിനിമ ഉണ്ടായിട്ടില്ല. പഠിക്കുന്ന നല്ല നാടകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു നാടകമൊക്കെ വന്നിട്ട് ഈ നാടകം ചേട്ടാ ഞാനില്ല എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ആ സെയിം നാടകം വേറൊരു ആക്ടറെ വെച്ച് ചെയ്തിട്ട് ആ ആക്ടർക്ക് ബെസ്റ്റ് ആക്ടറെ കിട്ടിപ്പോയപ്പോ നമുക്കിങ്ങനെ അന്ന് വിട്ടുണ്ടായിരുന്നു തോന്നിയിട്ടില്ല. സിനിമ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സിനിമയിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. നമ്മളെടുത്ത തീരുമാനം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെ, ഇതുവരെ കറക്റ്റ് ആയിട്ട് വന്നു. എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക? ഒത്തിരി സിനിമകൾ വരുന്നുണ്ട് ഇപ്പം, ഒത്തിരി സിനിമകൾ വരുന്നത്. എന്നാൽ സെലക്ട് ചെയ്താണ് അഭിനയിക്കുന്നത്. എല്ലാ സിനിമയിലും വരുന്ന എല്ലാ സിനിമയിലും ഞാൻ അഭിനയിക്കാറില്ല. എനിക്ക് വളരെ കുറച്ച് സിനിമകൾ മാത്രം അഭിനയിക്കുന്ന ഒരു വർഷം ഞാൻ ഒരു 4 സിനിമ 3 സിനിമയൊക്കെ അഭിനയിക്കാറുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം? അതിനകത്ത് പ്രത്യേകിച്ച് മാനദണ്ഡോ സ്കെയിലോ ഒന്നുമില്ല. കഥ പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ചേട്ടാ ഓക്കെ ചേട്ടാ ചെയ്യാം. അത് നമുക്ക് ഒരു സീനാണെങ്കിലും സിനിമയ്ക്ക് ഞാൻ വേണമെന്ന് തോന്നിയാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ചെയ്യും. അതിപ്പോ ഒരു സീനാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സിനിമയുടെ വലിപ്പോ പ്രൊജക്ടിന്റെ വലിപ്പോ ഒന്നും നോക്കിയിട്ടില്ല. അത് കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും. ആർട്ടിസ്റ്റിന്റെ വലിപ്പം ഒന്നും നോക്കാനില്ല. ഈ സിനിമയൊക്കെ ഞാൻ അങ്ങനെ കമ്മിറ്റ് ചെയ്തതാണ്. ഇപ്പം സുബീഷ് പറയുന്നത് തന്നെ എടാ ഒരു ചെറിയ പരിപാടിയാണ്, നീ ഇപ്പൊ ചെയ്യുന്ന പോലെ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയല്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിട്, കഥ പറ, എന്താണ് പരിപാടി എന്ന് പറ. കഥ പറഞ്ഞു ഇതിനകത്ത് ഏതാ എൻ്റെ ക്യാരക്ടർ, വിനീതിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, അങ്ങനത്തെ ക്യാരക്ടറൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഏതാ ക്യാരക്ടർ, എടാ അത് വെളിച്ചപ്പാടാണ്, ഓക്കെ നീ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ് പരിപാടി ഒന്നുമില്ല. ഞാൻ പറയാം എന്നാ ഞാൻ വരണ്ടേ, എവിടെ വരണ്ടേ, ഓക്കെ. ഞാൻ അങ്ങനെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ കമ്മിറ്റ് ചെയ്യും. അതേത് സിനിമയാണ് അതൊരു ക്വാളിറ്റി ആണ് കേട്ടോ ഗൂഗിൾ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. അത് ഗൂഗിളിന്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്.
നമ്മൾ ചെറുതാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ചെയ്യാൻ. പരിപാടി ഞാൻ പിടിക്കും. അവിടെ ഒരു സുഹൃത്ത് ബന്ധം ഒന്നുമല്ല നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിലും ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞ സിനിമയാണെങ്കിലും എല്ലാം ഞാൻ അങ്ങനെ ആ പ്രോജക്റ്റിന്റെ വലുപ്പം ഒന്നും ഞാൻ നോക്കാറില്ല. നല്ല പരിപാടിയാണ്. അല്ല, എത്ര സിനിമകൾ വന്നാലും 4 സിനിമകൾ കൂടുതൽ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴേ കുറച്ച് അങ്ങനെയാണ് ഞാൻ ഒരു പടത്തിന്റെ ഇടയിൽ വേറെ പടത്തിൽ പോവാ പരിപാടി. എനിക്ക് ഇത്തിരി ഗ്യാപ്പ് വേണം. എനിക്ക് ഒന്ന് ഹോംവർക്ക് ചെയ്യണം കുറച്ചൊക്കെ. ആ പടം തീർത്തിട്ട് അടുത്ത പടത്തിലേക്ക്. അതിൽ പിന്നെ ഡേറ്റ് ക്ലാഷ് ഒക്കെ വന്നാൽ മാത്രം ആ തീർന്നില്ലെങ്കിൽ മാത്രം ഇടയിൽ വരുമെന്നുള്ളൂ. അല്ലാതെ ഒരു പടത്തിന്റെ ഇടയിൽ ഞാൻ വേറെ പടം പിടിക്കാറില്ല. അത് നല്ല കാര്യമാണ്. മറ്റുള്ളവർക്കും വലിയ റിസ്ക് ഇല്ല ഗൂഗിളിൽ വെക്കുമ്പോൾ. നമുക്ക് ഇത് ഓട്ടം തിരക്കിട്ടാൽ എനിക്കൊന്നും പറ്റില്ല. തിരക്കിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫ്രീ ആയിരിക്കണം. നമുക്ക് നമ്മുടെ ആ ഒരു സ്പേസ് കിട്ടുമ്പോഴാണ് ഇത്തിരി ഒരു ബ്രീത്തിങ് ടൈം വേണം എനിക്ക്. അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി നമ്മുടെ അടുത്ത ക്യാരക്ടറിലേക്ക് ആകാനൊരു ടൈം, ഒരു ബ്രീത്തിങ് ടൈം വേണം എനിക്ക്. അത് നല്ല നല്ല കാര്യമാട്ടോ. ഇതൊക്കെ ഒരു പാഠങ്ങളാണ് അല്ലേ? പാടമല്ല കേട്ടോ, ഞാനിപ്പോ പഠിപ്പിച്ചല്ല. പാഠങ്ങളാണ് ഞാൻ പഠിപ്പിച്ചതല്ല. ഗൂഗിളിൽ തിരഞ്ഞെടുക്കുന്ന മറ്റ് സിനിമാക്കാർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു പാഠമായിട്ടാണ് ഞാൻ ഉണക്ക് മറ്റൊരു ഡേറ്റ് ക്ലാഷ് ഒക്കെ വന്നിട്ട് എത്ര സിനിമകൾ നിന്ന് പോകും. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ടെൻഷൻ അടിക്കുന്നത് ഞാൻ ഡേറ്റ് ക്ലാഷ് വരുമ്പോഴാണ്. ഒരു പടം അവിടുത്തെ ആ സമയത്ത് ഇപ്പൊ നമ്മുടെ ഈ പടം നമുക്ക് 4 ദിവസം മഴ പെയ്തിട്ട് ബ്ലോക്കായി. അപ്പൊ ഈ പടം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തുണ്ടും ഇത് എൻ്റെ ഒരു സമയത്താണ് തുടങ്ങിയത്. തുണ്ടിന് മുന്നേ എന്തായാലും തുണ്ടിന് മുന്നേ ഒരു 10 ദിവസം മുന്നേ ഈ പടം തീരുമെന്നായിരുന്നു എന്നോട് പറഞ്ഞ ചാട്ട്. പക്ഷേ ഈ പടം നമുക്ക് 4 ദിവസം മഴ പെയ്താലും ബ്രേക്കായി, തുണ്ട് തുടങ്ങാൻ പോകുന്നു. അപ്പം ഞാൻ ആകെ ടെൻഷനായി. ഇത് തീർക്കുകയും വേണം, അവിടെ ചെല്ലുകയും വേണം. അപ്പം ഇതിലാണെങ്കിൽ താടിയുണ്ട്, തുണ്ടിലാണെങ്കിൽ താടി പാടില്ല. അങ്ങനെ ഒരു ഞാൻ ആകെ പ്രശ്നത്തിലേക്ക് നിൽക്കുക. അപ്പോഴേ പിന്നെ ഭാഗ്യവശാൽ തുണ്ട് കുറച്ചങ്ങ് നീങ്ങി. തുണ്ട് 2 ആഴ്ച എന്തോ കാരണം കൊണ്ട് പടം 2 ആഴ്ച നീങ്ങി. അപ്പൊ ഡേറ്റ് ക്ലാഷ് ആയാൽ താടി വലിയ വിഷയം. താടി ഇതിനകത്ത് വെളിച്ചപ്പാടും ഇതിനകത്ത് പോലീസുകാരനാണല്ലോ. താടി ഡേറ്റ് ക്ലാഷ് ആയാൽ ഞാൻ ഭയങ്കര പാനിക്കും. അതാണ് എനിക്ക് ഏറ്റവും ടെൻഷനുള്ള കാര്യം. നല്ലൊരു തീരുമാനമാണ്. ഈ വേണ്ടത്ര സിനിമകളിലേക്ക് അല്ലേ, എന്നെ സംബന്ധിച്ച് കുറച്ച് സിനിമകൾ വേണ്ടത്ര സിനിമകളിലേക്ക് ഒരു സ്പേസ് കിട്ടാതെ പോയിട്ടുണ്ടോ? അല്ല, അങ്ങനെ എനിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ കഥകൾ കേൾക്കാറുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു രസം തോന്നുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണം നമ്മൾ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ വെറുതെ ചെയ്യാനായിട്ടൊരു താല്പര്യമില്ല എന്തെങ്കിലും. അപ്പം ഞാനും വളരെ ചെറിയ കുറച്ച് സിനിമകളെ ഇത് ചെയ്താൽ മതി എന്നുള്ള ഇതേ താല്പര്യം തന്നെയാണ് എനിക്കുള്ളത്. ഒരുപാട് സിനിമ ചെയ്യാന്നുള്ളതല്ല, ചെയ്യുന്നതിന് എനിക്കൊരു കാരണം ഉണ്ടാവണം, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണം അതിന്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല. സിനിമകളിലധികം ചെയ്യപ്പെടുന്നില്ല അല്ല, അതൊരു മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, നമ്മൾ അറിയപ്പെടാതെ പോകുന്നുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ടുകൾ വരുന്നുണ്ടോ? അല്ല, നമ്മളത് ഈ അറിയപ്പെടൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഈ അറിയപ്പെടലിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് അല്ലേ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പൊ അത് നല്ലൊരു കാര്യമാണ്, എല്ലാവരും സെലിബ്രിറ്റികളാണ്, ഒരുപാട് സെലിബ്രിറ്റികളുണ്ട്. പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പൊ സിനിമാ നടന്മാർ മാത്രമല്ല സെലിബ്രിറ്റികൾ, ഇന്നിപ്പോൾ എല്ലാവരും സെലിബ്രിറ്റികളാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അറിയപ്പെടുക എന്നുള്ളത് നമ്മുടെ ക്രാഫ്റ്റിലൂടെ അറിയപ്പെടുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇതുണ്ടാവും, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ. ഈ കാലഘട്ടം ആയതുകൊണ്ട് ഒബ്വിയസ്ലി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഇതെല്ലാം ഒരു ഫേസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചിലത് അങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരാം. അപ്പം അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഇത് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ള വിഷമത്തിൽ നിൽക്കാനായിട്ടോ അങ്ങനത്തെ ഒരു ഇതില്ല എനിക്ക്. സിനിമ സിനിമയെ തേടി പോകാറുണ്ടോ? അത് സിനിമ നമ്മളെ തേടി വരണമെന്ന് അങ്ങനെയാണോ? അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ബിലീവ് ചെയ്യുന്നത് റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്, ഞാൻ ചിലപ്പോൾ അന്യഭാഷകളിലേക്കൊക്കെ മെസ്സേജ് അയക്കും. അവിടെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വിളിക്കണം, റിപ്ലൈ ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ശ്രീറാം രാഘവന് ഭയങ്കര ഇഷ്ടമാണ്, വിക്രമത്ത് മുട്ടുവാണ്, അദ്ദേഹത്തിനൊക്കെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അനുരാഗ് കശ്യപിനൊക്കെ മെസ്സേജ് അയച്ചു നോക്കി. പിന്നെ കാതലും കടന്നു പോകുന്ന പറയുന്ന പടത്തിന്റെ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ അയക്കും എഴുതി, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അഭിനയിക്കാൻ. അപ്പൊ ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും കാലത്ത് ഒരു അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഭയങ്കരമായിട്ട്. ഇതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് വേറെ സ്ഥലങ്ങളിൽ പോയി സിനിമകൾ ചെയ്യണം, അങ്ങനെ ആഗ്രഹമുണ്ട്. ഈ മെസ്സേജുകളുടെ കൂടെ നമ്മൾ അഭിനയിച്ച എന്തെങ്കിലും ക്ലിപ്പുകളൊക്കെ വെച്ച് കൊടുക്കാം? ഇല്ല, ഒന്നും ആയിക്കില്ല. ഞാൻ ഭയങ്കര ഫാൻ ബോയ് ആയിരിക്കും ഒബ്വിയസ്ലി ഇവരുടെ. അപ്പൊ ഇവരുടെ സിനിമകളെ കുറിച്ചിട്ട് വലുതായിട്ട് ഞാൻ എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടാവും. ഞാൻ അത്രയും സ്പെൽ ബൗണ്ടായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ഇവിടെ മലയാളത്തിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരോട് ചിലപ്പോൾ ഇങ്ങനെ തരിച്ചു നിന്നിട്ട് നമ്മൾ ചോദിക്കും, എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പം ഖാലിദ് റഹ്മാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഖാലിദിൻ്റെ വർക്കുകൾ. അപ്പോൾ റഹ്മാൻ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ അടുത്തത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, ഞാൻ റെഡിയാണ് ചോദിച്ചു. അല്ല, ആളെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട്, അപ്പോൾ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും കുഴപ്പമില്ല, ഞാൻ റെഡിയാണ്. റഹ്മാനെ മെയിൽ തുറക്കുന്നുണ്ടോ? ഇവരൊക്കെ അതിൽപ്പെട്ട ആളുകളാണ് അല്ലേ? ഞാനില്ല പറ്റിയ പരിപാടി ഇല്ല.
നമുക്ക് പറ്റിയ പരിപാടിയില്ല. ഇപ്പൊ തുടങ്ങാൻ പോണ പടം. തുടങ്ങാൻ പോകുന്നു. അതെ, ഉടനെ തുടങ്ങാൻ പോകല്ലോ പടം. ഈയിടയ്ക്കും കൂടെ ഓഡിഷൻ ഉണ്ടായിരുന്നല്ലോ, ആ ഈ ഫോർട്ട് കൊച്ചിയിൽ ഓഡിഷൻ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം തോന്നുന്നു. ഞാൻ അറിഞ്ഞിരുന്നു ഓഡിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് കുറേ പേര്. ഞാനുണ്ടായിരുന്ന ലൊക്കേഷനിൽ നിന്ന് 2 പേര് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്ത്. ലൊക്കേഷൻ ഉച്ചയ്ക്ക് ബ്രേക്ക് പറഞ്ഞിട്ട് വരെ ഓഡിഷൻ ഉണ്ട്. അവരങ്ങനെ ഓഡിഷനൊക്കെ കൃത്യമായിട്ട് നോക്കി തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അവരുടെ യാത്ര അങ്ങനെയാണ്. പക്ഷെ എനിക്കിത് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട്. നമുക്ക് അറിയില്ല, നമുക്ക് ആരാധനയുള്ള അന്യ ആളുകളോട് പോലും എനിക്കൊരു ചാൻസ് കിട്ടിയാന്ന് ചോദിക്കുന്നത്. ഇതൊക്കെ തുറക്കപ്പെടും കേട്ടോ വാതില്. പിന്നെ അതല്ലേ പിന്നെ ഞാനൊക്കെ ഇപ്പോഴൊന്നല്ല, ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ എല്ലാവരോടും എനിക്ക് ഇഷ്ടപ്പെട്ട സംവിധായകരോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോഴും ചോദിക്കാറുണ്ട്, ഇപ്പോഴും ചോദിക്കാറുണ്ട്. അല്ല, അത് അതാണ് ഞാൻ നമ്മളെ തേടി സിനിമ വരില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒട്ടുമല്ല. നമ്മളല്ലെങ്കിൽ അടുത്ത ആളെന്നുള്ള അല്ലേ, അങ്ങനെയല്ലേ ഉണ്ട്, ആളുകളുണ്ട് ഇഷ്ടം പോലെ. ഇത് കേട്ടപ്പോൾ വലിയ ആദർശമായിട്ട് ചോദിച്ചില്ല, റിപ്ലൈ വന്നോന്നൊക്കെ. അല്ല, ഞാൻ ചോദിച്ചതാ എങ്ങനെ. അല്ല, ഞാൻ നമ്മുടെ മലയാളത്തിലുള്ളതല്ല, അന്യഭാഷയിലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോ അവര് റിപ്ലൈ തരാറുണ്ടോ എന്ന് അങ്ങനെ ഞാൻ ചോദിച്ചതാ. എന്റെ റിപ്ലൈ കിട്ടിയിട്ടില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു റിപ്ലൈ നമ്മളൊരു ആഘോഷമാക്കും അല്ലേ, അതൊക്കെ ഉണ്ടാവുന്നേ. നമുക്കൊരു ധൈര്യം ഉണ്ടല്ലോ, അവിടെ പോയാലും നമുക്ക് അഭിനയിക്കാൻ കഴിയും. നമ്മുടെ സ്വയം ധൈര്യമാണല്ലോ അല്ലേ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റൂ. റാസി കഴിഞ്ഞിട്ട് വിക്കി കോശലിന് ഞാൻ ആദ്യം അവസാനമായിട്ടാ മെസ്സേജ് സെൻഡ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ആ സിനിമ ഭയങ്കരമായിട്ട് മസാനൊക്കെ കണ്ടിട്ട് റാസി കണ്ടിട്ട് എന്നിട്ടെന്താ വിക്കി കൗശലിന് ആദ്യം അവസാനം അന്ന് നായകനായനൊക്കെ കഴിഞ്ഞോളൂ. ഞാൻ സിനിമയിലോട്ട് വന്നിട്ടൊന്നുമില്ല. അന്നേരം ഞാൻ വിക്കി കോശലിന് അയച്ചിട്ടുണ്ട്. ഈ ലാൽ ജോസ് സാറിലൂടെ ആലോ സിനിമയിലേക്ക് വരുന്നത്. അതെ അതെ. അത് വീണ്ടും ഇപ്പം ലാൽ സാറിന്റെ പടത്തിൽ വേറെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. എത്ര പടത്തിൽ അഭിനയിച്ചു? അല്ല, ലാൽ സാറ് ഡയറക്ട് ചെയ്ത പടമായിരുന്നു ഞാൻ വന്നത്. അതെ. അഭിനയിച്ചത് ഞാൻ സാറുമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചത് ശരിക്കും ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഉള്ളത് ഈ മൂവിയിലാണ്. അതിനു മുമ്പ് ഇമ്പത്തില് സാർ അഭിനയിച്ചിരുന്നു, ഞാൻ അഭിനയിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടും ഡിഫറെന്റ് സീൻസിലായിരുന്നു. ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഇവിടെ വന്നപ്പോ ആക്ടറാണ്. എങ്ങനെയാണ് ലാൽ ജോസ് സാറിനെ കണ്ടത്? ഒരു ഡയറക്ടർ ആയിരുന്നല്ലോ, ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഒരുമിച്ച് ഈ സിനിമയിൽ അഭിനയിക്കും. അതിലൊരു വ്യത്യാസം എങ്ങനെയാണ് കണ്ടത് സാറിന് ഉള്ളൊരു മാറ്റം? അല്ല, സാറ് ഇപ്പം ഡയറക്ട് ചെയ്യുന്ന സമയത്തും ഞങ്ങളൊക്കെ ന്യൂ കമേഴ്സ് ആയിരുന്നു. അപ്പൊ സാറ് ഞങ്ങളെ അഭിനയിച്ച് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. അപ്പം ഇത് സാറ് ക്യാമറയുടെ ഫ്രണ്ടിൽ കാണിക്കുന്നു, മറ്റത് ഞങ്ങളുടെ മുമ്പിലും കാണിച്ച് ഞങ്ങളെ ചെയ്യിപ്പിക്കുന്നു. അല്ല, ലാൽ ജോസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗൂഗിള്. എൻ്റെ സിനിമയിൽ അദ്ദേഹം ഡയറക്ട് ചെയ്യുന്ന സിനിമയിൽ വലിയ ഡയലോഗ് വരും. അത് ഏത് ആക്ടർ ഇടപെട്ടാലും ഞാൻ ഒരിക്കലും അത് കുറയ്ക്കാൻ സമ്മതിക്കില്ല. പക്ഷെ ഞാൻ ഇതിനകത്ത് എനിക്ക് ഡയലോഗ് ഞാൻ കുറയ്ക്കാൻ വേണ്ടി ഡയറക്ടറുടെ ചോദിച്ചത്. അപ്പൊ ഞാൻ സാറേ ഇത് എല്ലാവർക്കും ബാധകമല്ല. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ആരെങ്കിലും ചോദിച്ചാലും അങ്ങനെ ചെയ്തു കൊടുക്കേണ്ടതായി വരുമെന്ന്. അതൊരു വലിയൊരു തിരിച്ചറിവായിട്ട് കൃത്യം വലിയൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ ഒരു നടൻ എന്ന നിലയിൽ ഞാൻ അറിയപ്പെടുന്ന ഈ സിനിമയിലായിരിക്കും എന്ന് പറഞ്ഞു. മറ്റെല്ലാം ലാൽ ജോസ് ആയിട്ടാണ് വന്നിരുന്നത്. ഇത് വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ്, ഒരു നടൻ എന്ന നിലയിൽ താൻ പ്രതീക്ഷയിലാണ് എന്നാണ് ലാൽ ജോസ് എന്ന ആ വ്യക്തി നമ്മളോട് പറഞ്ഞത്. അത് അങ്ങനെ ആയിരിക്കും ആ കഥാപാത്രം എന്ന് തോന്നുന്നു. കഥാപാത്രം നല്ലതാണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു അവസരം ചോദിക്കാൻ ഒരു മടിയും വേണ്ട. നമ്മൾ എത്ര വളർന്നാലും മമ്മൂക്ക ഇപ്പോഴും പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഭ്രാന്താണ്, അഭിനയത്തോടുള്ള ഭ്രാന്തത മമ്മൂക്ക പറയണം അല്ലെ. അതാണ്, നമ്മളൊന്നും ഒന്നുമല്ലല്ലോ. ഇനിയിപ്പം അങ്ങനെ തന്നെ ചോദിക്കണം, അവസരം കിട്ടുന്നേ. നിങ്ങളൊക്കെ നല്ല കലാകാരി, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നല്ല കലാകാരി നല്ല കലാകാരന്മാരൊക്കെയാണ്, അവസരങ്ങൾ കിട്ടും. ഗൂഗിള് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പോട്ടെ. ഇനിയിപ്പോ ഏതൊക്കെയാണ് പ്രൊജക്ടുകൾ? ഇനിയിപ്പോ ഒരു ഗവൺമെന്റ് പ്രൊജക്ട് ഉണ്ട്, ഇമ്മീഡിയറ്റ് റിലീസ് ആകാൻ പോകുന്നത്. KSFDCന്റെ ഗവൺമെന്റ് ഒരു പ്രളയശേഷം ഒരു ജലകന്യക എന്ന് പറഞ്ഞിട്ട് പുതിയ ഡയറക്ടർ അതാണ് ഇപ്പൊ റിലീസ് ആവാനുള്ളത്. പിന്നെ ഇത് ബാക്കി ഷൂട്ട് നടക്കണേ ഉള്ളൂ. ഒരെണ്ണം ഷൂട്ട് കഴിഞ്ഞു, ഷൂട്ട് നടക്കാൻ പോകുന്നല്ലേ. നിങ്ങൾ രണ്ടും ഒരുമിച്ച് കൂടി രാത്രി കാണുമ്പോഴുള്ള ആ പഴയ പാട്ടുകൾ ഏതൊക്കെയാണ് ഓർമ്മ വരുന്നത്? ഗൂഗിൾ പാടിയത് അല്ലെങ്കിലും മനസ്സിൽ നമുക്ക് ഞങ്ങൾ എല്ലാവരും കാണുമായിരുന്നു. ഞാനും ഡയറക്ടറും സുബീഷും നമ്മുടെ അതിന്റെ കൺട്രോളറും കാഷ്യറും ഇവരുടെ എല്ലാവരും കൂടി റൂമിലിരിക്കും, ഭക്ഷണം കഴിക്കും,
പാട്ടൊക്കെ പാടും. എന്തെങ്കിലും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഷൂട്ട് നേരത്തെ കഴിഞ്ഞാൽ മാത്രം വന്നു കുളി കഴിഞ്ഞ റൂമിൽ ഇവിടെ തട്ടം കൂട്ടി പാട്ട് പാടും. നിങ്ങൾക്കൊന്നും അത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല, ഉണ്ടായിരുന്നില്ല ആ കോമ്പിനേഷൻ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടില്ല. അതാണ് ഇവരുടെ കൂടെ ആളാണ്. ഞങ്ങള് ഒരുമിച്ച് സീന് പോലും ഇദ്ദേഹത്തിന് കോടതിയിലായിരുന്നു കൂടുതൽ, ഞങ്ങള് നാട്ടിൻപുറത്തും. അപ്പൊ ഞങ്ങൾ കോമ്പിനേഷൻ ആയിട്ട് ഒരു ദിവസം മജിസ്ട്രേറ്റിന്റെ ആൾക്കാർ അല്ലേ? അതാണല്ലോ ചുരുക്കം. ഈ ഗോകുലം നന്നായിട്ട് നിങ്ങൾ രണ്ടുപേരും പാട്ട് പാടും. ഒരു മനോഹരമായ ഒരു പാട്ട് നമുക്ക് പ്രേക്ഷകർക്കും പാടി അങ്ങ് അവസാനിപ്പിക്കണമല്ലോ. ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പാടില്ല, പാടും. ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി അഭിനയിക്കുള്ളൂ. പാടുമല്ലോ. പാടാനില്ല, ഞാൻ പാട്ട് പുറത്ത് പബ്ലിക്കലി പാടില്ല. പബ്ലിക്കലി പാടില്ല, ഒരു പാട്ട് പാടണം. ഇവിടെ തന്നിരിക്കുന്നു വിനീത് പാടും. വിനീത് തന്നിരിക്കുന്നു നന്നായിട്ട് മനോഹരമായിട്ട്. ഏതായാലും നമുക്ക് ഇഷ്ടപ്പെടും അല്ലേ? ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാം. സൂപ്പർ, നന്നായിട്ട് പാടുന്നുണ്ട്. അതിന് എനിക്ക് ആ 2 ലൈൻ കേൾക്കണമെന്ന് എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും ആഗ്രഹം വന്നിട്ടുണ്ടെന്നുള്ള അതുകൊണ്ട് തന്നെയാണ് പാടിച്ചത്. നല്ല ചാക്യാർ കൂത്ത് ചെയ്യാറുണ്ടായിരുന്നല്ലേ? ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ സിനിമ റിലീസിന് പ്രേക്ഷകരൊന്ന് ചാക്യാർ കൂത്ത് സ്റ്റൈലൊന്ന് ക്ഷണിച്ചു. അല്ല രസമല്ലേ? രസമല്ലേ? ഗോകുൽ പറ, രസമല്ലേ? അങ്ങനെ നമ്മുടെ ഈ സിനിമ ഒരു ഭാരത സർക്കാർ കംഫർട്ടബിൾ ഒന്നും എനിക്കൊരു ആഗ്രഹമാണ്. ഞാൻ അങ്ങനെ ചാക്യാർ കൂത്ത് അപ്പം ഉണ്ടാവുന്ന അപ്പോഴാണ് ഇപ്പൊ എന്നെ കുറിച്ച് വരെ പറയും ചിലപ്പോ. അതെ, അങ്ങനെയാണോ? എന്നെ കുറിച്ച് പറയാൻ അതെ ശരിയോടെ വന്ന അത് കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് പറഞ്ഞു എന്നെ കുറിച്ച് വരെ പറയും. അല്ല, അതെന്താ വെച്ചാല് നമ്മളൊരു കഥയൊക്കെ പറഞ്ഞിട്ട് അതിലൂടെയാണ് നമ്മളിപ്പോ കഥ പറഞ്ഞു പോയി. അപ്പൊ ഞാൻ ഒരു കഥ പറയാം, അതിൽ നിന്ന് കയറിക്കോ. അല്ല, അങ്ങനെ കയറാൻ പറ്റില്ലെന്ന്. അല്ല, ഈ എനിക്ക് അപ്പം മറന്നുപോലെ ഈ സിനിമ ഭാരത സർക്കാർ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. പാട്ടുകൊണ്ട് നല്ലതായിരുന്നു. പാട്ടുപാടി കുഴപ്പമില്ലാതെ നിർത്തിയിട്ടുണ്ടോ? നന്നായിട്ട് പറയും. ഇത് രണ്ടുപേരും രാജോസ് അറിയുന്നു നന്നായിട്ട് ചാക്യാർ കൂത്തിന്റെ കാര്യത്തിൽ ഉസ്താദ്. അപ്പൊ അതൊന്നും കൂടെ പറയാം പ്ലീസ്, ഒന്ന് പറയാം. ഞങ്ങള് 3 പേരുണ്ട്, 3 പേരെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലും മതി. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞത് ഈ കൂത്തെന്ന് പറയുന്നത് ഞാൻ വളരെ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു ആർട്ട് ഫോം ആണ്. അപ്പൊ അതിന്റെ ഒരു കുറെ ചടങ്ങുകളും ഈ ചിട്ടകളും അങ്ങനെ നമുക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലരിപ്പോ ചില അഡ്വർടൈസ്മെന്റ്സിനും അതിനൊക്കെ കൂത്തൊക്കെ ഇങ്ങനെ കൊണ്ടു നിർത്തി എന്തെങ്കിലും പറയുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് കൂത്താവില്ല, അത് വേറെ എന്തോ ഒരു ഇതാണ്. നമ്മൾ കൂത്ത് ചെയ്യുമ്പോൾ അതിന്റെ ചില ചടങ്ങുകളോട് കൂടിയിട്ട് ചെയ്ത് അത് ഇന്ന എന്താ പറയാ, അതിനൊരു ഇതുണ്ട്, രീതികളുണ്ട്. അപ്പൊ വെറുതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂത്തൊന്നും ആവില്ല അത്. അതാണ് സ്റ്റൈൽ. ഇപ്പൊ സംസാരിക്കാറുള്ള ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഭാഗം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ആ സമയത്ത് ചിലപ്പോ മനസ്സിൽ വരണത് എന്തെങ്കിലുമൊക്കെ അപ്പൊ വരണതൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ രാജ്യത്ത് അനവധി വാഗ്മികളുണ്ട്. ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അതിനധികരിച്ച് സംസാരിക്കാൻ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാട്ടോ. ഇന്നതെന്നല്ല, എന്ത് വിഷയത്തെ ആയിക്കോട്ടെ അവിടുന്ന് സംസാരിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് നിർത്തില്ല എന്നാണ് കേൾക്കണ്ടായിരിക്കണത് അല്ലേ? അങ്ങനെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, സ്വതവേ അത് കേൾക്കലുണ്ടായിട്ടുണ്ട്. അപ്പോ ഇവിടെ എന്തിനാ അപ്പൊ പുറപ്പെട്ടിരിക്കണത്? ഇങ്ങനൊരു ഉൽപ്പന്നം ഉണ്ടാന്ന് നിരീക്ഷിച്ചിട്ട് അങ്ങോട്ട് പുറപ്പെട്ടിരിക്കണതേ. അതൊന്നും എന്തൊക്കെയാണ് കാര്യമായിട്ട് കിട്ടണത് നിശ്ചയമില്ല. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാ ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണ്ടായിട്ടുണ്ടോ? അതൊന്നും ശരിയില്ല. ഒരുവിധം കിട്ടേണ്ടതൊക്കെ കിട്ടേണ്ടതെന്നാണ് നിരീക്കുന്നത്. അവിടെ നിന്ന് ആ രാജ്യത്തേക്ക് അനവധി പേര് പുറപ്പെടാണ്ടായിട്ടുണ്ട്. രാജ്യത്തേക്ക് ആരൊക്കെയാ പുറപ്പെടാണ്ടായിരിക്കണത്? ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ പുറപ്പെടാണ്ടായിട്ടുണ്ട്. ഗോകുലത്തിൽ നിന്ന് തന്നെ പുറപ്പെട്ടു എന്നാ കേൾക്കണ്ടായിരിക്കുന്നത്. അവിടെ നിങ്ങൾ പുറപ്പെടാൻ വെറുതെ അല്ല പുറപ്പെടാൻ, സത്യഭാമയുടെ കൂടെ പുറപ്പെടാണ്ടായിരിക്കുന്നത്. ആ ഭാമയുണ്ട്, എവിടെ പോയാലും ആ ദർശന സൗഭാഗ്യം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ട്. ദർശനം കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പുറപ്പെടാണ്ടായിരിക്കുന്നത്. അവിടെ നിന്ന് ഭഗവാൻ പുറപ്പെടേണ്ടതെന്ന് കേട്ടത് അനവധി ഭക്തന്മാരും പുറപ്പെടാണ്ടായിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്തായാലും സൂപ്പർ ആകട്ടെ ഈ സിനിമ. ഇതിന്റെ 25-50 ദിവസമൊക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യവും നമുക്കുണ്ടാകട്ടെ.
ഒരു വലിയൊരു അധ്വാനത്തിലൂടെ വന്ന സിനിമയാണ്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നായകനായ സിനിമ. അദ്ദേഹം ഒത്തിരി അധ്വാനിച്ച് തന്നെ ഈ സിനിമ പുറത്തേക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. സമരങ്ങളെല്ലാം മാറി നല്ലൊരു കാലാവസ്ഥയോടുകൂടി ഈ സിനിമ റിലീസാകട്ടെ. ഇത്ര നേരം സഹകരിച്ച 3 പേർക്കും ഒത്തിരി നന്ദി. താങ്ക് യു. താങ്ക് യു.